സ്കാം 1992 ഹർഷത് മെഹ്തയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച IMDbയിൽ 9.5 റേറ്റിംഗ് ഉള്ള വെബ് സീരീസ്. സുജിത ദലാൽ എന്ന ഫിനാൻസ് റിപ്പോർട്ടർ ദ സ്കാം എന്നെഴുതിയ പുസ്തകമാണ് ഈ വെബ് സീരീസിന് ആധാരം. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യവുമായി ഒരുപാട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ വെബ് സീരീസ്. എന്തായാലും ഹർഷത്ത് പറഞ്ഞ പോലെ 5 രൂപയിലുള്ള ഈ അൽവർ ഫാർമയുടെ സ്റ്റോക്ക് 17-20 എന്ന റേഞ്ചിലേക്ക് ഉയരുന്നു. 3 വർഷം കൊണ്ട് 3 ലക്ഷം രൂപ ഉണ്ടാക്കിയ ഹർഷത് മെഹ്ത 10 മിനിറ്റ് കൊണ്ട് 10 ലക്ഷം രൂപ നഷ്ടം സഹിക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തുന്നു. അങ്ങനെ അദ്ദേഹം പഴയ ഫ്രണ്ട് ഭൂഷൺ ഭട്ടിനെ ഗ്രോ മോറിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ മണി മാർക്കറ്റിൽ ഒരു ബാങ്ക് തങ്ങളുടെ ബോണ്ട് സെൽ ചെയ്യാൻ ഹർഷത് മെഹ്തയെ ഏൽപ്പിക്കുന്നു. അതേസമയം മറ്റൊരു ബാങ്ക് ബോണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പണവും ഹർഷത് മെഹ്തയെ ഏൽപ്പിക്കുന്നു. ഈ 15 ദിവസത്തിന്റെ ഇടവേളയിൽ ഹർഷത് മെഹ്തയുടെ അക്കൗണ്ടിലാണ് ഈ 2 ഫണ്ടുകളും കലക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഹർഷത് മെഹ്ത വലിയൊരു കളി കളിക്കുന്നത്. എന്നാൽ വീണ്ടും ഈ സ്റ്റോക്കിന്റെ വില ഉയർത്താൻ വേണ്ടി ഹർഷത് മെഹ്തയ്ക്ക് ഒരുപാട് പണം ആവശ്യമായി വരുന്നു. ഇവിടെയാണ് അദ്ദേഹം മറ്റൊരു ക്രൈം ചെയ്യാൻ നിർബന്ധിതനാവുന്നത്. അതായത് ബോണ്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ സെക്യൂരിറ്റിയായി BR നൽകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഹർഷത് മെഹ്ത ബാങ്ക് റെസിപ്റ്റ് ഈ പറയുന്ന BR ഫേക്ക് ആയി നിർമ്മിക്കുകയാണ്. ഈ ഒരു കൃത്രിമത്വം നടത്താൻ ബാങ്കിലെ പല കോണ്ടാക്റ്റും അദ്ദേഹം ഉപയോഗിക്കുന്നു. ഒപ്പം മസ്ഡ എന്നൊരു കമ്പനിയിലും ഹർഷത് മെഹ്ത ഇൻവെസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും ഹർഷത് മെഹ്ത ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയല്ലേ എന്ന് കരുതി എല്ലാ ആളുകളും ആ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരാളും അതിൻ്റെ ഫണ്ടമെൻ്റൽ വാല്യൂ ഒന്നും നോക്കുന്നില്ല. ഇങ്ങനെ ഫണ്ടമെൻ്റൽ വാല്യൂ ഒന്നും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. ഹർഷത് മെഹ്ത ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ആയിക്കോട്ടെ, മറ്റുള്ള ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ആയിക്കോട്ടെ, ആ കമ്പനിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഹർഷത് മെഹ്ത ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കല്ലേ എന്ന് കരുതി ബ്ലൈൻഡായി മസ്ഡ എന്ന കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം സുജിത ദലാൽ എന്ന മാധ്യമ പ്രവർത്തക ഹർഷത് മെഹ്തയുടെ പിന്നാലെ തന്നെയുണ്ട്. ഈ മസ്ഡ എന്നുള്ളൊരു കമ്പനി ഹർഷത് മെഹ്തയുടെ ഭാര്യയുടെ പേരിലുള്ള കമ്പനിയാണ് എന്നും ഇതൊരു പേപ്പർ കമ്പനിയാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നു. അതായത് അങ്ങനെ ഒരു കമ്പനിയെ ഇല്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നു. എന്തായാലും ഇത്തരം സ്പെക്കുലേഷൻസ് എല്ലാം കാരണം സെൻസസ് 3000 ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നു. ഇതിനിടയിൽ സെൻട്രൽ ബാങ്കിന്റെ ഓഡിറ്റിൽ 170 കോടിയുടെ തിരിമറി നടന്നതായി ബാങ്ക് കണ്ടെത്തുന്നു. വിശദമായ പരിശോധനയിൽ മനസ്സിലാകുന്നു 170 കോടിയല്ല 670 കോടിയാണ് എന്ന് മനസ്സിലാകുന്നു. എന്നാൽ ഈ സമയവും ഹർഷത് മെഹ്ത ഓവർ കോൺഫിഡൻറ്റ് പ്രകടിപ്പിക്കുന്നു. അശ്വിൻ മെഹ്തയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഭൂഷൺ ഭട്ടും ഇത് കൈവിട്ട കളിയാണ് എന്ന് ഹർഷത് മെഹ്തയോട് പറയുമ്പോൾ അദ്ദേഹം അപ്പോഴും ഓവർ കോൺഫിഡൻറ്റ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് പ്രധാന കാരണം ഹർഷത് മെഹ്ത ഈ എടുത്ത തീരുമാനങ്ങളെല്ലാം ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളാണ്. അദ്ദേഹം ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനങ്ങൾ കൊണ്ട് മാത്രമാണ്. അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻറ്റ് അദ്ദേഹം ഓരോ പോയിന്റിലും പ്രകടിപ്പിക്കുന്നുണ്ട്. മാർക്കറ്റ് ഉയർത്താനുള്ള ഒരു സമയമാണ് ഇത് എന്നാണ് അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ്. അതേസമയം SBIയുടെ 500 കോടിയുടെ ഈ ബോണ്ടിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്താൻ ഹർഷത് മെഹ്തയുടെ മുന്നിൽ ചെക്ക് എത്തുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് സ്റ്റോക്ക് ബ്രോക്കേഴ്സും BSEയും തമ്മിൽ ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അത് കാരണം BSE ലീവാണ്. അത് കാരണം തൻ്റെ ഹോൾഡിങ്സ് വിൽക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം ഫേക്ക് BR നൽകി അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ പത്രത്തിൽ ന്യൂസ് വരുന്നു, ബിഗ് ബുൾ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിൽ ചെറിയ തിരിമറി നടത്തി എന്നുള്ള ഒരു ന്യൂസ് സുജിത ദലാൽ പുറത്തു കൊണ്ടുവരുന്നു. അതേസമയം BSEയിലെ സ്ട്രൈക്കും തീരുന്നു. യഥാർത്ഥത്തിൽ സ്ട്രൈക്ക് കുറച്ച് നേരത്തെ തീരേണ്ടതാണ്. പക്ഷേ ഈ BS ആണ് ഈ ന്യൂസ് പുറത്തു വരുന്നത് വരെ ഈ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹർഷത് മെഹ്തയുടെ നെഗറ്റീവ് ന്യൂസ് കാരണം മാർക്കറ്റ് ക്രാഷ് ആകുന്നു. 13% മാർക്കറ്റ് താഴുന്നു. ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് പണം നഷ്ടപ്പെടുന്നു. അതിനിടയിൽ RBI വിശദമായ ഒരു ഓഡിറ്റ് നടത്തുന്നു. അതിൽ മനസ്സിലാകുന്നു 670 കോടി മാത്രമല്ല ഇത്തരത്തിൽ കണക്കിൽപ്പെടാതെയായിട്ടുള്ളത്. ഇത് വലിയൊരു സ്കാമാണ്. 5000 കോടിയിലേറെ രൂപയുടെ തിരിമറി ഉണ്ട് എന്ന് RBIയുടെ ഓഡിറ്റിംഗ് ടീം കണ്ടെത്തുന്നു. ഉടൻ സെൻട്രൽ മിനിസ്ട്രി എല്ലാം ഈ കേസിൽ ഇടപെടുന്നു. ഈ കേസ് CBIക്ക് വിടാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ മാർക്കറ്റ് ഉയർത്തി നിന്ന് താഴോട്ട് പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഹർഷത് മെഹ്തയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ തൻ്റെ ഹോൾഡിങ്സ് വിറ്റല്ലാതെ മറ്റു വഴികളില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹോൾഡിങ്സ് വിൽക്കാൻ സാധിക്കുന്നില്ല. BSEൻ്റെ അടുത്ത് അദ്ദേഹം ഒരു വട്ടം സെറ്റിൽമെൻറ്റിന് ചെല്ലുന്ന സമയത്ത് തൻ്റെ സ്റ്റോക്കുകളെല്ലാം അവർ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് മാത്രമാണ് അത് ചോദിക്കുന്നത്. അദ്ദേഹം ആ ഓഫർ നിരസിക്കുന്നു. എന്തായാലും അതിനടുത്ത ദിവസം തന്നെ CBI ഹർഷത് മെഹ്തയെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഭൂഷൺ ഭട്ടിനെയും അറസ്റ്റ് ചെയ്യുന്നു. ഭൂഷൺ ഭട്ടിനെ വളരെ വലിയ രീതിയിൽ ഇവർ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഭൂഷൺ ഭട്ട് ഇവരോട് പറയുന്നു, ഇതിനെല്ലാം ഹർഷത് മെഹ്ത നിങ്ങളോട് പകരം ചോദിക്കും, ഹർഷത് മെഹ്തയെ തൊടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഭൂഷൺ ഭട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുന്നു. അതായത് ഹർഷത് മെഹ്തയ്ക്ക് പ്രധാനമന്ത്രി ലെവലിൽ വരെ ഹോൾഡിങ്സ് ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ബോൾഡായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം തൻ്റെ മേലുദ്യോഗസ്ഥനോട് പറയുന്നു, സർ ഇതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടിട്ടുണ്ട്, നമുക്ക് അതിനെ പറ്റിയും അന്വേഷണം തുടങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഇത്രയും ആകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു.
അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്വാമിജി ഹർഷത് മേത്ത പ്രധാനമന്ത്രിയുടെ പേര് പറയാതിരിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. മറ്റു പല കേസുകളിലും ഹർഷത് മേത്തയെ ഇവർ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു സമയത്ത് 70 ക്രിമിനൽ കേസുകളും 600-ലേറെ സിവിൽ കേസുകളും ഹർഷത് മേത്തയ്ക്ക് മേൽ ചാർജ് ചെയ്യപ്പെടുന്നു. ഒരുപാട് ദിവസത്തെ ശ്രമത്തിനൊടുവിൽ ഹർഷത് മേത്തയ്ക്ക് ബെയിൽ ലഭിക്കുന്നു. ഹർഷത് മേത്തയ്ക്ക് പല കാര്യങ്ങളും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ പല ഉദ്യോഗസ്ഥരും ഒരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ആ ഒരു പ്രശ്നം അവിടെ ഭംഗിയായി പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു നിമിഷമായിരുന്നു അത്. എന്നാൽ ഇതിനിടയിൽ കസ്റ്റോഡിയൻ അറ്റാച്ച് ചെയ്ത സ്റ്റോക്കിൽ 300 കോടിയുടെ ഷോർട്ടേജ് അശ്വിൻ മേത്ത കണ്ടെത്തുന്നു. അതായത് ഹർഷത് മേത്തയുടെ സ്റ്റോക്കുകളും അസറ്റുകളും എല്ലാം കസ്റ്റോഡിയൻ അറ്റാച്ച് ചെയ്തു. അവരുടെ ലിസ്റ്റും ഇവരുടെ ലിസ്റ്റുമായി 300 കോടിയുടെ വ്യത്യാസമുണ്ട്. 300 കോടിയുടെ സ്റ്റോക്ക് കാണാനില്ല. സ്വാഭാവികമായും ഹർഷത് മേത്തയും അശ്വിൻ മേത്തയും കസ്റ്റോഡിയന് മുന്നിൽ പരാതി പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഭൂഷൺ ഭട്ടിനെ കോൺടാക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഭൂഷൺ ഭട്ട് നേരെ ഹർഷത് മേത്തയും അശ്വിൻ മേത്തയും നിൽക്കുന്ന റൂമിലേക്ക് കടന്നു വരുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ 300 കോടിയുടെ സ്റ്റോക്കുകളെ പറ്റി നിങ്ങൾ എന്തിനാണ് കംപ്ലയിൻറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ ഭൂഷൺ ഭട്ട് സത്യാവസ്ഥ പറയുന്നു. ഈ 300 കോടിയുടെ സ്റ്റോക്ക് ഞാൻ ഫേക്കായിട്ടുള്ള ഒരു കമ്പനിയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് മാർക്കറ്റിൽ സെൽ ചെയ്തിരിക്കുന്നു. അതായത് ഈ 300 കോടി ഭൂഷൺ ഭട്ട് എടുത്തിരിക്കുന്നു. ഇവിടെ ഹർഷത് മേത്തയും ഭൂഷൺ ഭട്ടും തമ്മിൽ വാഗ്വാദം നടക്കുന്നു. അപ്പോൾ ഭൂഷൺ ഭട്ട് പറയുന്നു, നിങ്ങൾ എന്നെ ഈ കമ്പനിയിലേക്ക് ക്ഷണിച്ചത് പാർട്ട്ണറായാണ്. ഹർഷത് മേത്ത അദ്ദേഹത്തോട് പറയുന്നു, വെറും പേടിത്തൊണ്ടനായി നിന്നെ എങ്ങനെ പാർട്ട്ണറാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഹർഷത് മേത്ത അദ്ദേഹത്തെ അവിടുന്ന് അടിച്ചിറക്കുന്നു. എന്ന് മാത്രമല്ല 300 കോടിയുടെ സ്റ്റോക്ക് എനിക്ക് തരണം എന്നും ആവശ്യപ്പെടുന്നു. അവിടെ ഭൂഷൺ ഭട്ട് പറയുന്നു, നിങ്ങൾക്കത് ലഭിക്കില്ല ഹർഷത്ത് എന്ന് പറയുന്നു. എന്തായാലും ചോദ്യം ചെയ്യാൻ ഭൂഷൺ ഭട്ടിനെ പോലീസ് വിളിപ്പിക്കുന്നു. ഹർഷത് മേത്തയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ആ സ്റ്റോക്കുകൾ മറ്റൊരു കമ്പനിക്ക് സെൽ ചെയ്തത് എന്ന് ഭൂഷൺ ഭട്ട് പറയുന്നു. 300 കോടിയുടെ സ്റ്റോക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തതും ഹർഷത് മേത്ത, അത് വിറ്റത് ഹർഷത് മേത്തയാണ് എന്ന് പോലീസ് മനസ്സിലാക്കുമ്പോൾ ഹർഷത് മേത്തയെ അറസ്റ്റ് ചെയ്യാൻ വീണ്ടും പോലീസ് എത്തുന്നു. വീണ്ടും അദ്ദേഹം ജയിലിലാകുന്നു. തുടർച്ചയായ അറസ്റ്റും ജയിൽവാസവും കൊണ്ടുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സ്വല്പം വീക്കാകുന്നു. പല മരുന്നുകളും ഇപ്പോൾ അദ്ദേഹത്തിന് കഴിക്കേണ്ടതായുണ്ട്. എന്തായാലും അദ്ദേഹം വീണ്ടും ജയിലിലാകുന്നു. അങ്ങനെയിരിക്കെ ജയിലിൽ വെച്ച് 2001 ഡിസംബർ 31 അദ്ദേഹത്തിന് നെഞ്ചുവേദന വരികയും മഹാരാഷ്ട്രയിലെ താനെ ആസ്പത്രിയിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. പുതുവർഷത്തലേന്ന് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 47 വയസ്സായിരുന്നു. ഈ വെബ് സീരീസിൽ അദ്ദേഹത്തെ ആസ്പത്രിയിലാക്കിയതിന് ശേഷം പോലീസുകാർ ഒരു ബെഞ്ചിൽ ഇരുത്തുന്നുണ്ട്. ആ ഒരു സീനിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് അദ്ദേഹം മരിക്കുന്നതായാണ് കാണിക്കുന്നത്. ഒരുപാട് പണം സമ്പാദിച്ച് ഒരു വേള ഇന്ത്യയിൽ അംബാനിയേക്കാൾ കൂടുതൽ ടാക്സ് കൊടുത്ത ഒരു സമയം വരെ ഹർഷത് മേത്തയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ ബെഞ്ചിൽ അനാഥനായി മരിച്ചു കിടക്കുന്നത്. അത് നമുക്ക് ഒരിറ്റ് കണ്ണീര് കൊണ്ടല്ലാതെ കണ്ടു തീർക്കാൻ സാധിക്കും. ദ ബിഗ് ബുൾ എന്ന അഭിഷേക് ബച്ചൻ അഭിനയിച്ച സിനിമയും ഇദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ദ സ്കാം 1992 എന്ന വെബ് സീരീസും ദ ബുൾ ഓഫ് ദലാ സ്ട്രീറ്റ് എന്ന വെബ് സീരീസും ഹർഷത് മേത്തയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. ഇംഗ്ലീഷ് സബ്ടൈറ്റിലിന് പുറമെ മലയാളത്തിൽ ഇതിൻ്റെ ഓഡിയോ ചേഞ്ച് ചെയ്യാനും നമുക്ക് സോണി ലിവിലൂടെ സാധിക്കും. തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ വെബ് സീരീസ് നിങ്ങൾക്ക് വളരെ ഭംഗിയായി ആസ്വദിക്കാൻ കഴിയും. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.